ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ലിറ്റർജി ക്ലാസ് 67. മെത്രാന്മാരെ വാഴിക്കുന്നതിൽ തിടുക്കം പാടില്ല. ബൈബിളിലൊരു വചനാണ്, അത് ഏതാന്ന് ഞാൻ പിന്നെ പറയാം. ഈ 2000 സംവത്സരങ്ങൾക്ക് മുമ്പ് യേശു ചൊരിഞ്ഞ ദൈവകൃപ തന്നെയാണ് ഇപ്പോഴും അവൻ സഭയിൽ ചൊരിയുന്നതെന്ന് നമുക്ക് എങ്ങനെ ഗ്രഹിക്കാൻ പറ്റും, എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? അന്ന് ചൊരിഞ്ഞ കൃപ തന്നെയാണ് ഇപ്പോഴും ചൊരിയുന്നതെന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്? ഈ ദൈവിക അധികാരത്തിന് ശൃംഖല, ദ ചെയിൻ ഓഫ് ഡിവൈൻ അതോറിറ്റി, അത് സഭയിൽ എവിടെയാണ്, എങ്ങനെയാണ് അത് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്? ദൈവകൃപ ചൊരിയുന്ന പ്രക്രിയയിൽ നേരെ ചരിത്രത്തിലെ ആ യേശുക്രിസ്തുവുമായിട്ട് എങ്ങനെയാണ് സഭ കണക്ട് ചെയ്യുന്നത്? ഈ ആധ്യാത്മിക ശക്തിയും അധികാരവും വെറുമൊരു സങ്കല്പമോ ആശയമോ പ്രത്യയശാസ്ത്രമോ മോഹമോ ഒന്നുമല്ല, യാഥാർത്ഥ്യമാണ് എന്ന് നാം ഇത്ര ഉറപ്പിച്ച് പറയാൻ നമ്മുടെ കയ്യിൽ എന്ത് തെളിവുണ്ട്? ആ യാഥാർത്ഥ്യം അന്ന് മുതൽ ഇന്ന് വരെയുള്ള ചരിത്രത്തിലൂടെ ജീവിച്ചു പോരുന്നത് എങ്ങനെയാണ്? ഈ ക്രിസ്തു സംഭവം എന്ന യാഥാർത്ഥ്യം അന്ന് മുതൽ ഇന്ന് വരെയുള്ള ചരിത്രത്തിലൂടെ എങ്ങനെയാണ് ജീവിച്ചു പോരുന്നത്? നമുക്കിങ്ങനെ വെറുതെ വാചകം അടിച്ചാൽ മതിയോ? നമ്മുടെ കയ്യിൽ തെളിവുണ്ടോ? ദൈവപിതാവ് പുത്രനെ അയച്ചു ഇല്ലേ? പിതാവൻ അയച്ചതുപോലെ ഞാൻ നിങ്ങൾ അയക്കുന്ന പുത്രൻ തമ്പുരാൻ പറഞ്ഞേ. പുത്രൻ സ്ലീഹന്മാരെ അയച്ചു. യോഹന്നാൻ 20, 21, 23. സ്ലീഹന്മാര് മെത്രാന്മാരെ പിന്നെ പുരോഹിതന്മാരെ കൈവപ്പിലൂടെ വാഴിച്ചു. നോക്കൂ, പൊട്ടിപ്പോകാത്ത ഒരു ശൃംഖല, അത് ശാരീരികമായ ഒരു കൈവപ്പിലൂടെ നൽകപ്പെടുന്നു. ശാരീരികമായി തന്നെ നിലനിൽക്കുന്ന കൃപയുടെ ഒരു ചാല്. ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്. നമ്മൾ ലിറ്റർജിയിൽ ക്രിസ്തുവിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് 1054 കത്തോലിക്ക സഭയുടെ മതബോധനം 1054 മുതൽ 1090 വരെ അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അത് നമുക്കറിയാം. ക്രിസ്തീയ രഹസ്യത്തിൻ്റെ ആഘോഷം എന്ന് പറയുന്ന രണ്ടാം ഭാഗത്ത്, അതായത് കത്തോലിക്ക സഭയുടെ മതബോധനം രണ്ടാം ഭാഗത്ത് 1066 മുതൽ 1690 വരെയുള്ള ഖണ്ഡങ്ങളിലാണ് കിടക്കുന്നത്. അതിന് സെക്ഷൻ 1 കൗദാശിക വ്യവസ്ഥ, ദ സാക്രമെന്റൽ ഇക്കോണമി എന്ന് പറയുന്നത്. അത് 1076 മുതൽ 1209 വരെയാണ്. അതിൽ അധ്യായം 1 സഭയുടെ യുഗത്തിൽ പെസഹ രഹസ്യം. അത് 1077 മുതൽ 1134 വരെ. അതിൽ വകുപ്പ് 1 പരിശുദ്ധ തൃത്വത്തിന്റെ പ്രവൃത്തി. അത് 1077 മുതൽ 1112 വരെ. ലിറ്റർജിയിൽ ക്രിസ്തുവിന്റെ പ്രവൃത്തി 1084 മുതൽ 1090 വരെ. ഇതിൽ നമ്മൾ കുറേ കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ ക്രിസ്തുവിന്റെ പ്രവൃത്തിയിൽ എത്തി നിൽക്കുകയാണ്. അതിൽ 1087 ഖണ്ഡമാണ് കത്തോലിക്ക സഭയിലെ മതബോധനത്തിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അതിങ്ങനെയാണ്: ഉത്ഥിതനായ ക്രിസ്തു സ്ലീഹന്മാർക്ക് പരിശുദ്ധ റൂഹായെ നൽകിയപ്പോൾ വിശുദ്ധീകരിക്കാനുള്ള അധികാരവും കൈമാറിയിരുന്നു. യോഹന്നാൻ 20, 21, 23. അങ്ങനെ അവർ ക്രിസ്തുവിന്റെ കൗദാശിക അടയാളമായി മാറി. അതേ പരിശുദ്ധ റൂഹായുടെ ശക്തിയാൽ വിശുദ്ധീകരിക്കാനുള്ള ഈ അധികാരം അവർ അവരുടെ പിൻഗാമികളെ ഭരമേൽപ്പിച്ചു. ഈ ശ്ലൈഹിക പിന്തുടർച്ചയാണ് സഭയുടെ ലിറ്റർജിക്കൽ ജീവിതത്തെ ഘടനാപരമായി ക്രമപ്പെടുത്തുന്നതും സഭ തന്നെ കൗദാശികമായി നിലനിൽക്കുന്നതും തിരുപ്പട്ടത്തിലൂടെ കൈമാറുന്നതും. നിങ്ങൾക്ക് 1087 കത്തോലിക്ക മതബോധനം ഞാൻ നൽകിയ തർജ്ജമ കൂടാണ്ട് വേണമെങ്കിൽ മറ്റൊരു തരത്തിൽ തർജ്ജമ ചെയ്ത്, വലിയ വ്യത്യാസമില്ല, എന്നാലും ഈ POS ഇറക്കിയിരിക്കുന്ന അതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വായിക്കാം. ചെറിയ അന്തരമുണ്ട് തർജ്ജമയിൽ. ഞാനതിൻ്റെ ഒറിജിനലിൽ നിന്ന് ഞാൻ തർജ്ജമ ചെയ്തതേ ഉള്ളൂ. അതിന് ഇംഗ്ലീഷ് ഒന്ന് വായിക്കാം. Thus the risen Christ, by giving the Holy Spirit to the apostles, entrusted to them his power of sanctifying. They became sacramental signs of Christ. By the power of the same Holy Spirit, they entrusted this power to their successors. This apostolic succession structures the whole liturgical life of the church and is itself sacramental, handed on by the sacrament of the holy orders. എന്താണ് ക്രിസ്തുധർമ്മത്തിന്റെ അടിസ്ഥാനം? ആ അടിസ്ഥാനം എന്തെന്ന് ഹെബ്രായ ലേഖനത്തിൽ 6-ാമത്തെ അധ്യായം 1-2 വാക്യങ്ങളിൽ എഴുതിയിട്ടുണ്ട്. അടിസ്ഥാനം എന്ന വാക്ക് ഉപയോഗിച്ചിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. ഹെബ്രായ ലേഖനം 6-ാമത്തെ അധ്യായം 1-2 വാക്യങ്ങൾ. നിർജീവ പ്രവൃത്തികളിൽ നിന്നുള്ള മാനസാന്തരം, ദൈവത്തിങ്കലെ വിശ്വാസം, സ്നാനങ്ങളെക്കുറിച്ചുള്ള പ്രബോധനം, കൈവെപ്പ്, മരിച്ചവരുടെ ഉയർപ്പ്, നിത്യമായ ന്യായവിധി, ഇങ്ങനെ 6 കാര്യങ്ങളാണ്. എന്നിങ്ങനെയുള്ള അടിസ്ഥാനം വീണ്ടും ഇടാതെ ക്രിസ്തുവിനെക്കുറിച്ചുള്ള ആദ്യ വചനം പിന്നിട്ട് പരിജ്ഞാനത്തിന്റെ പൂർണ്ണത പ്രാപിക്കാൻ ശ്രമിക്കുക.
ഈ 6 കാര്യം, ആ വചനമാണ് ഞാൻ വായിച്ചത് കേട്ടോ. നിർജീവ പ്രവൃത്തികളുടെ മാനസാന്തരം, ദൈവത്തെങ്കിലെ വിശ്വാസം, സ്നാനങ്ങളെക്കുറിച്ചുള്ള പ്രബോധനം, കൈവെപ്പ്, മരിച്ചവരുടെ ഉയർപ്പ്, നിത്യമായ ന്യായവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം വീണ്ടും വിടാതെ ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം പിന്നിട്ട് പരിജ്ഞാനത്തിന്റെ പൂർണ്ണത പ്രാപിക്കാൻ പരിശ്രമിക്കുക. അടിസ്ഥാനം ഇട്ടിട്ടുണ്ട്. ഇനി ആദ്യ വചനമൊക്കെ അത് ചെറുപ്പമായിരിക്കും പഠിക്കേണ്ടതാണ്. ഇപ്പൊ നമുക്ക് കുറച്ചുകൂടി പക്വത വന്നു. അപ്പോൾ കുറച്ചും കൂടിയും പരിജ്ഞാനത്തിന്റെ പൂർണ്ണത പ്രാപിക്കാൻ ശ്രമിക്കണമെന്നാണ്. എന്നോട് പലരും കമന്റ് ഇടുന്നതാണ്, അച്ഛന് ബുദ്ധിയുണ്ട്, ഞങ്ങൾ സാധാരണക്കാരാണ്, ഞങ്ങൾ അൽമേനികളാണ്, അൽമായരാണ്. നമുക്ക് എല്ലാവർക്കും തുല്യ ഉത്തരവാദിത്തമാണ്. വൈദികർക്ക് തീർച്ചയായിട്ടും വേറെ ഉത്തരവാദിത്തമുണ്ട്. പക്ഷേ വചനം പഠിക്കുക, പ്രഘോഷിക്കുക എന്നുള്ളത് എല്ലാവരും ഉത്തരവാദിത്തമാണ്. നമ്മൾ എന്ത് രഹസ്യമാണ് പരികർമ്മം ചെയ്യുക എന്ന് അറിയേണ്ടത് എല്ലാവരും ഉത്തരവാദിത്തമാണ്. തീർച്ചയായിട്ടും വൈദികർക്ക് പഠിപ്പിക്കാനുള്ള ചുമതല കൂടുതലുണ്ട്. പക്ഷെ അറിയാനുള്ള ചുമതല എല്ലാവർക്കും ഉണ്ട്. 12 സ്ലീഹന്മാർ എന്ന കൂട്ടായ്മ പരമപ്രാധാന്യം അർഹിക്കുന്നതാണ്. കാരണം എന്താ? ഈ കൈവെപ്പ് എന്ന് പറയുന്നത് ഈ 12 സ്ലീഹന്മാരുമായി ബന്ധപ്പെട്ട യൂദാസ്കർത്തരം മരണം സൃഷ്ടിച്ച വിടവ് നികത്താനായിട്ട് മത്തിയാസിനെ തെരഞ്ഞെടുക്കുന്നു. അതെന്താ കാര്യം? 12 എന്ന സംഖ്യ നിലനിൽക്കണം. കർത്താവ് എല്ലാവർക്കും എല്ലാം കൊടുത്തിട്ടില്ല. പെന്തക്കോസ്തക്കാരും യഹോവസാക്ഷികളൊക്കെ പറയുന്നത് പോലെ എല്ലാവർക്കും എല്ലാം ഉണ്ടെന്ന് വിചാരിക്കരുത്. രാജകീയ പൗരോഹിത്യം കൊടുത്തിട്ടുണ്ട് മാമോദീസ സ്വീകരിച്ചവർക്കെല്ലാം. പക്ഷേ ശുശ്രൂഷ പൗരോഹിത്യം വേറെ ഉണ്ട്. കർത്താവ് 12 പേരെ തനിച്ചല്ലേ തെരഞ്ഞെടുത്തു. ആ 12 പേരെ മാത്രമാണ് അന്ത്യത്താഴത്തിൽ അഡ്മിറ്റ് ചെയ്തത്. മർക്കോസും മത്തായും അത് എഴുതിയിട്ടുണ്ട് കൃത്യമായിട്ട്. 12 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, സ്ത്രീകളില്ല. അതുകൊണ്ട് സ്ത്രീകൾക്ക് പട്ടം കൊടുക്കാൻ പറ്റാത്തത്. ആ സ്ലീഹൻ 12 പേർക്കാണ് പൗരോഹിത്യം കൊടുക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 17-ാമത്തെ അധ്യായത്തിൽ മഹാപുരോഹിത പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട്. മഹാപുരോഹിത പ്രാർത്ഥന എന്നുള്ള പേര് തന്നെ ഇട്ടത് ഒരു പ്രൊട്ടസ്റ്റന്റ് ദൈവശാസ്ത്രജ്ഞനാണ്. ആ മഹാപുരോഹിത പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ് 12 സ്ലീഹന്മാർക്ക് കർത്താവ് പട്ടം കൊടുത്തത്. യോഹന്നാൻ 17-ാമത്തെ അധ്യായം. അതുകൊണ്ട് ഈ 12 ആ പട്ടം കൊടുത്തതിൽ ഒരാൾ വീണുപോയി. അതാരാ? യൂദാസ്കറിയാത്ത. അതുകൊണ്ട് ആ 12 അങ്ങനെ കിട്ടിയവർ ആ വിടവ് നികത്തുകയാണ്. പിന്നീട് 12 പേര് മെത്രാന്മാർക്ക് കൈവപ്പിലൂടെ ഈ സ്ലൈഹി പിന്തുടർച്ച കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ ഓരോ അപ്പസ്തലന്മാരും മരിച്ചപ്പോൾ അവർ വിടവ് നികത്തിയില്ല. ഉദാഹരണത്തിന് ക്രിസ്തുവർഷം 42 ഹെരോദസ് യാക്കോബിനെ കൊന്നു, സെബദിയുടെ മകൻ യാക്കോബിനെ 42. പകരം അന്ന് പത്രോസും പൗലോസും ഒക്കെ ജീവിച്ചിരിപ്പുണ്ട്. ആ വിടവ് നികത്തിയോ? ഇല്ല. കാരണം എന്താ? അപ്പോഴേക്കും അവർ മെത്രാന്മാരെ വാഴിച്ചു തുടങ്ങിയിരുന്നു. സ്ലീഹന്മാർ മെത്രാന്മാരെ വാഴിച്ചു തുടങ്ങിയിരുന്നു. അപ്പോൾ ഈ 12 പേരുടെ വിടവ് നികത്തേണ്ട കാര്യമില്ല. തീർന്നില്ല. പൗലോസ് തിമോഥെയോസിനെ മെത്രാനായി വാഴിക്കുന്നുണ്ട്. 1 തിമോത്തി 4:14. ഞാൻ ആ വചനം അങ്ങനെ തന്നെ വായിക്കാം. സഭാശ്രേഷ്ഠന്മാരുടെ കൈവപ്പ് വഴി പ്രവചനത്താൽ നിനക്ക് ലഭിച്ചതും നിന്നിലുള്ളതുമായ കൃപാവരം അവഗണിക്കാതെ ഇക്കാര്യങ്ങളെല്ലാം നീ അനുഷ്ഠിക്കുക, അവയിൽ തന്നെ ആയിരിക്കുക. അങ്ങനെ നിന്റെ പുരോഗതി എല്ലാവർക്കും ദൃശ്യമായി തീരട്ടെ. സഭാശ്രേഷ്ഠന്മാരുടെ കൈവപ്പ് വഴി പ്രവചനത്താൽ നിനക്ക് ലഭിച്ചതും. പ്രസ്ബിറ്റേറിയോൻ എന്നാണ് ഉപയോഗിക്കുന്ന വാക്ക്. ഈ സഭാശ്രേഷ്ഠന്മാരുടെ സംഘം എന്നർത്ഥം. എഫേസുസിലെ സഭയിലെ ശ്രേഷ്ഠന്മാരുടെ ഈ സംഘത്തിൽ പൗലോസും ഉണ്ടെന്ന് 2 തിമോത്തി 1:6 പറഞ്ഞിട്ടുണ്ട്. അതായത് സഭയിലെ സഭാശ്രേഷ്ഠന്മാരുടെ സംഘമാണ് ഈ തിമോത്തിയോസിനെ കൈവെപ്പ് വഴി മെത്രാനായി വാഴിച്ചത്. കൈവെപ്പ് വഴി തിമോത്തിയോസിൽ സ്ഥായിയായി നിലനിൽക്കുന്ന ഒരു കരിസ്മ, സിദ്ധി അല്ലേ, നിനക്ക് ലഭിച്ചതും നിന്നിലുള്ളതുമായ കൃപാവരം അവഗണിക്കാതെ ഈ കാര്യങ്ങളെല്ലാം നീ അനുഷ്ഠിക്കുക, അവയിൽ തന്നെ ആയിരിക്കുക. ഏത്? ഈ സിദ്ധിയിൽ. ഏത് സിദ്ധി? ഏത് കരിസ്മ? തിമോത്തിയോസിലെ കൈവെപ്പ് വഴി ഇട്ടിരിക്കുന്ന സിദ്ധി, പൗരോഹിത്യം എന്ന സിദ്ധി. പൗലോസ് തിമോത്തിയോസിന്റെ മേൽ കൈവെപ്പ് ശുശ്രൂഷ നടത്തിയപ്പോൾ ചൊരിയപ്പെട്ടതാണ് ആ കരിസ്മ. സഭാശ്രേഷ്ഠന്മാരുടെ കൈവെപ്പ് വഴി. ആ സഭാശ്രേഷ്ഠന്മാരിൽ പൗലോസും ഉണ്ടെന്ന് 2 തിമോത്തി 1:6 പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പൗലോസും സഭാശ്രേഷ്ഠന്മാരും കൂടി ചേർന്ന് തിമോത്തിയോസിന്റെ മേൽ കൈവെപ്പ് വഴി മെത്രാനായി വാഴിച്ചപ്പോൾ നിനക്ക് ലഭിച്ചതും നിന്നിലുള്ളതുമായി കൃപാവരം, കരിസ്മ അവഗണിക്കരുത്. ഈ കാര്യങ്ങളെല്ലാം അവഗണിക്കാതെ ഇക്കാര്യങ്ങൾ അനുഷ്ഠിക്കുക, അവയിൽ തന്നെ ആയിരിക്കുക, ഈ കരിസ്മയിൽ തന്നെ ആയിരിക്കുക, പൗരോഹിത്യത്തിലായിരിക്കുക. അങ്ങനെ നിന്റെ പുരോഗതി എല്ലാവർക്കും ദൃശ്യമായി തീരട്ടെ. അവനെ സഭയുടെ മെത്രാനാക്കണമെന്ന ഒരു സ്വകാര്യ വെളിപാടും പ്രവചനവും ഉണ്ടായിരുന്നതാണ് ഈ പ്രവചനത്താൽ നിനക്ക് ലഭിച്ചെന്ന് പറയണേ. അതായത് ഇവനെ മെത്രാനായി നിയമിക്കണമെന്ന് ഒരു പ്രവചനമുണ്ടായിരുന്നു. അന്ന് അവര് അങ്ങനെയുള്ള പ്രവചനങ്ങൾക്കൊക്കെ കാതോർത്തിട്ടാണ് മെത്രാന്മാരെ വാഴിച്ചിരുന്നത്. നിലവിലുള്ള മെത്രാന്മാരെ പ്രീതിപ്പെടുത്തുന്ന ആൾക്കാരെ മെത്രാനായി വാഴിക്കുന്ന രീതി അല്ല. ഈ തിമോത്തിയോസിനെ മെത്രാനായി വാഴിക്കണമെന്ന് സഭയിൽ ഒരു പ്രവചനമുണ്ടായി. അങ്ങനെയുള്ള പ്രവചനത്തിനും കൂടി ചെവി ഓർത്തിട്ടാണ് സഭയിൽ മെത്രാന്മാരെ വാഴിച്ചിരുന്നത്. വിശുദ്ധ പാരമ്പര്യത്തിന്റെ ശൃംഖലയിൽ
തിമോത്തിയോസിന് പൗലോസുമായി നേരിട്ടൊരു ചങ്ങലക്കണ്ണി ഉണ്ടെന്ന് വ്യക്തമാക്കിയാണ് 2 തിമോത്തി 1:6 അതാണ് പറയുന്നത്. ഈ കൈവപ്പിലൂടെ ഒരു നന്മയോ കൃപയോ വർഷിക്കപ്പെടുന്നത് അതിന് ഒരുപാട് പാരമ്പര്യങ്ങളുണ്ട്. അതായത് ഒരുപാട് തിരുവചന സാക്ഷ്യങ്ങളുണ്ട്. കൈവയ്ക്കുന്ന ആളും കൈവപ്പിന് വിധേയമാകുന്ന ആളും തമ്മിൽ ഒരു ദൃഢബന്ധം രൂപപ്പെടുന്നുണ്ട്. ബൈബിളില് കൈവപ്പിന് പല പൊരുളുകളുണ്ട്, പല ധ്വനികളുണ്ട്, പല അർത്ഥങ്ങളുണ്ട്. രോഗശാന്തി നൽകാനായിട്ട് കൈവയ്ക്കുന്നു, മർക്കോസ് 16:18. അനുഗ്രഹിക്കാനായി കൈവയ്ക്കുന്നു, മത്തായി 19:13. പ്രേക്ഷിതരെ നിയമിക്കാനായി കൈവപ്പ് ശുശ്രൂഷ നടത്തുന്നു, സ്ലീഹന്മാരുടെ നടപടി 13-ാമത്തെ അധ്യായം 1 മുതൽ 3 വാക്യങ്ങൾ. വിശ്വാസികളെ പരിശുദ്ധ റൂഹായെ വർഷിക്കാൻ ചൊരിയാൻ തൈലാഭിഷേകം, സൈരലേപനം സ്ലീഹന്മാർ കൈവയ്ക്കുന്നു, സ്ലീഹന്മാരുടെ നടപടി പുസ്തകം 8:17, 19:6. ബലിമൃഗത്തിലേക്ക് ഇസ്രായേലിലെ പാപത്തെ ഇറക്കി വെക്കാൻ പഴയ നിയമത്തില് മൃഗത്തിന്റെ തലയിൽ ഇങ്ങനെ കൈവച്ചിരുന്നു, ലേവ്യരുടെ പുസ്തകം 16:21. ഒരു നേതാവിൽ നിന്ന് മറ്റൊരു നേതാവിലേക്ക് മതപരമായി അധികാരം കൈമാറാനും കൈവപ്പാണ്. സംഖ്യയുടെ പുസ്തകം 27:18 മുതൽ 23 വരെ, നിയമാവർത്തനം 8-ാമത്തെ അധ്യായം 10 മുതൽ 11 വരെ. ലേവ്യരെ വിശുദ്ധ ശുശ്രൂഷകൾക്കായി മാറ്റി നിർത്തിയിരുന്നത് കൈവപ്പ് ശുശ്രൂഷയിലൂടെയാണ്. സംഖ്യയുടെ പുസ്തകം 8-ാമത്തെ അധ്യായം 10 മുതൽ 11 വരെ. സഭയുടെ ആത്മീയ ദൗത്യത്തിൽ നിയമിക്കുന്നത് ഈ ഡീക്കന്മാരൊക്കെ നിയമിക്കുന്നത് കൈവപ്പ് ശുശ്രൂഷയിലൂടെയാണ്. സ്ലീഹന്മാരുടെ നടപടി 6:6. യഹൂദ സിനഗോഗിലെ അധികാര സംഘം കൈവപ്പിലൂടെയാണ് യഹൂദ റബ്ബിമാരെ വാഴിച്ചിരുന്നത്. കത്തോലിക്ക സഭയുടെ മതബോധനം 1573 മുതൽ 1576 വരെ. ഉടമ്പടിയുടെ പുരോഹിതന്മാരെ വാഴിക്കാനായി കൈവപ്പ് ശുശ്രൂഷ സ്വീകരിക്കാൻ ഈ പശ്ചാത്തലം നിമിത്തമായി. ഈ കൈവപ്പിന്റെ കുറിച്ചുള്ള ഒരുപാട് ദൈവശാസ്ത്രങ്ങൾ. തിമോത്തിയോസിനെ കൈവപ്പിലൂടെ മെത്രാനായി വാഴിച്ചു, 2 തിമോത്തി 1:6. അദ്ദേഹത്തിന് ശ്ലൈഹികവും പൗരോഹിത്യം സംബന്ധിച്ചുള്ളതുമായ സകല അധികാരങ്ങളും ലഭിച്ചതിലൂടെ മറ്റുള്ളവരെ വാഴിക്കൽ അധികാരവും കൈവന്നു. 1 തിമോത്തി 5:22 അത് പറയുന്നുണ്ട്. ശ്ലൈഹി പിന്തുടർച്ചയിൽ അപ്പസ്തോലന്റെ പ്രതിനിധിയോ ആയാണ് കൈവപ്പിലൂടെ കൗദാശിക തിരുപ്പട്ടം നൽകുന്നത്. 1 തിമോത്തി 5:22, തീത്തോസിന്റെ ലേഖനം 1:5. എത്രയോ വ്യക്തമായിട്ടാണ് ഇങ്ങനെ കൈവപ്പിലൂടെ മെത്രാൻ പട്ടവും പിന്നെ പൗരോഹിത്യം വേണമെന്ന് എഴുതിയിരിക്കുന്നത്. ഈ പെന്തക്കോസ്തക്കാരും യഹോവസാക്ഷികളും ദൈവസഭക്കാരൊക്കെ മെത്രാൻ ഒക്കെ വേണമെന്ന് പറയും, എന്നെ പൗരോഹിത്യം വേണ്ടെന്നും പറയും. എന്തൊരു വൈരുദ്ധ്യമാണത്, ഇല്ലേ? മെത്രാൻ ഏക ഭാര്യയുടെ ഭർത്താവായിരിക്കണം എന്നുള്ളത് വലിയ വാചകം പറയും. പക്ഷെ അവർക്ക് മെത്രാന്മാരും പാടില്ല, പുരോഹിതന്മാരും പാടില്ല. ഈ ഇരട്ടത്താപ്പ് മനസ്സിലായോ? കത്തോലിക്ക സഭ ചെയ്യുന്നതിനെ എതിർക്കുന്നല്ലാതെ അവർക്ക് വചനവുമായിട്ട് ബന്ധമൊന്നുമില്ലെന്നർത്ഥം. ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കിക്കളയാനല്ല, നിവൃത്തിയാക്കാനാണ് യേശു വന്നത്. മത്തായി 5:17. പഴയ നിയമത്തെ, ഒരിക്കൽ ഇസ്രായേലിന് നൽകപ്പെട്ട പഴയ ഉടമ്പടിയുടെ സ്ഥാപനങ്ങളെ രൂപാന്തരപ്പെടുത്തി നിവൃത്തിയാക്കാനാണ് യേശു വന്നത്. ഇങ്ങനെ യേശു രൂപാന്തരപ്പെടുത്തിയ കാര്യങ്ങളെ കൂട്ടത്തിലുള്ളതാണ് ഉടമ്പടിയുടെ ശ്രേണീബദ്ധ നേതൃത്വമായ പൗരോഹിത്യം. ജെറുസലേം ദേവാലയത്തിൽ യാഗാത്മക ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കാൻ ലേവ്യ പൗരോഹിത്യത്തിന്റെ 3 തട്ടുകൾ യാഗവേ സ്ഥാപിച്ചു. മഹാപുരോഹിതൻ, പുരോഹിതന്മാർ, ലേവ്യര്. വചനം പ്രസംഗിക്കാനും വിശ്വാസമകത്തെ ശുശ്രൂഷിക്കാനുമായി യഹൂദ സിനഗോഗുകളിലും 3 നിരകളുള്ള നേതൃത്വമുണ്ടായിരുന്നു. സിനഗോഗിന്റെ അധികാരി, ശ്രേഷ്ഠന്മാരുടെ സംഘം, ഭൃത്യന്മാര്. ദേവാലയത്തിന് ബലിയുടെയും സിനഗോഗിലെ വേദത്താളുകളെയും ലിറ്റർജികളെ സമന്വയിപ്പിച്ച് മറ്റൊരു തലത്തിലേക്ക് ഉയർത്തിയ ക്രിസ്തു, കൂദാചര തലത്തിലേക്ക് ഉയർത്തിയ ക്രിസ്തു തന്റെ ആരാധന സമൂഹമായ സഭയിൽ വചനം പ്രസംഗിക്കാനും കൂദാശകൾ പരികർമ്മം ചെയ്യാനും 3 തട്ടുകളുള്ള നേതൃത്വത്തിന് രൂപം കൊടുത്തു. മെത്രാന്മാര് എപ്പിസ്കോപ്പോയ്, പുരോഹിതന്മാര് പ്രസ്ബിറ്ററോയ്, ഡീക്കന്മാര് ദിയാക്കോണോയ്. ദേവാലയത്തിന്റെയും സിനഗോഗിന്റെയും ത്രിവിധ ശ്രേണിയുള്ള നേതൃത്വം നയിക്കാനും പഠിപ്പിക്കാനും വിശുദ്ധീകരിക്കാനും ഉദ്ദേശിച്ചുള്ള സഭയുടെ ആചാരപാലന ശുശ്രൂഷ നിർവഹിക്കാനുള്ള നേതൃത്വത്തിന് ഉത്തമ മാതൃകയാവുകയും ചെയ്തു. തീർച്ചയായിട്ടും ക്രിസ്തു എന്ന ഏക പുരോഹിതനേ ഉള്ളൂ. ഹെബ്രായ ലേഖനം 10:14. നാം വൈദികരെന്ന് വിളിക്കുന്നവരെല്ലാം അവന്റെ ശുശ്രൂഷകർ മാത്രമാണ്. കത്തോലിക്ക സഭയുടെ മതബോധനം 15:45. ശുശ്രൂഷ പൗരത്വം സ്വീകരിച്ചവർ എന്നാണ് വൈദികരെ വിളിക്കുന്നത്. ക്രിസ്തു അക്കാലത്തെ മത നേതൃത്വത്തെ വിമർശിച്ചിട്ടുണ്ട്, എന്നാൽ അവർ അസാധുവാക്കിയിട്ടില്ല. തനിക്ക് ചുറ്റും ഇസ്രായേലിനെ പുനരുദ്ധരിക്കാനായി 12 പേരെ തിരഞ്ഞെടുത്ത് അവർ പുരോഹിതന്മാരായി കർത്താവ് വാഴിച്ചിട്ടുണ്ട്. മർക്കോസ് 3:13-19, യോഹന്നാൻ 17. യോഹന്നാൻ 17 ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്. ഇനി 2 തിമോത്തി 1:6 എന്താണ് എഴുതിയിരിക്കുന്നത്? പൗലോസ്, എൻ്റെ കൈവപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവത്തിന്റെ കൃപാവരം ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ ഓർമ്മപ്പെടുത്തുന്നു.
തിമോഥെയോസിന് മെത്രാൻ സ്ഥാനവും ഉത്തരവാദിത്തങ്ങളുമാണ് പൗലോസ് ഓർമ്മപ്പെടുത്തുന്നത്. പൗലോസിന്റെ കൈവപ്പിലൂടെ പൗരോഹിത്യത്തിന്റെയും മെത്രാൻ പട്ടത്തിന്റെയും സ്ഥായിയായ കൃപ തിമോഥെയോസിന് ലഭിച്ചിട്ടുണ്ട്. 1 തിമോത്തി 4:14. അജഗണത്തെ പരിപാലിക്കുക, നയിക്കുക, എതിരാളിൽ നിന്ന് രക്ഷിക്കുക തുടങ്ങിയ വലിയ ഉത്തരവാദിത്തമാണത്. അതാണ് പറയുന്നത്, എൻ്റെ കൈവപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവത്തിന്റെ കൃപാവരം ജ്വലിപ്പിക്കണം. ഈ ഞാൻ ഒന്ന് ആവർത്തിക്കുക, പൗലോസ് തിമോഥെയോസിനെ മെത്രാനായി വാഴിച്ചത് കൈവപ്പിലൂടെയാണ്. സഭാശ്രേഷ്ഠന്മാരുടെ സാന്നിധ്യത്തിലാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. കത്തോലിക്ക സഭയുടെ മതബോധനം 1558, 1577. ആ പൗരോഹിത്യ കൃപാവരം ജ്വലിപ്പിച്ചുകൊണ്ടേയിരിക്കണം. എങ്കിലേ അജപാലന ദൗത്യം, ഇടയ ദൗത്യം വിജയിക്കുകയുള്ളൂ. 1 തിമോത്തി 4:14. 2 തിമോത്തി 2:2 നീ അനേകം സാക്ഷികൾ മുമ്പിൽ വെച്ച് എന്നിൽ നിന്ന് കേട്ടതെല്ലാം മറ്റുള്ളവരെ പഠിപ്പിക്കാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ ഭരമേൽപ്പിക്കുക. ഇത് തുടങ്ങുന്നത്, 2-ാമത്തെ അധ്യായം തുടങ്ങുന്നത് എൻ്റെ മകനെ എന്ന് വിളിച്ചിട്ടാണ്. പൗലോസ് തിമോഥെയോസിനെ എൻ്റെ മകനെ എന്ന് വിളിച്ചിട്ടാണ്. ക്രിസ്തീയ വിശ്വാസത്തിൽ തിമോഥെയോസിനെ ജനിപ്പിച്ചത് പൗലോസാണ്. അതിനാൽ തിമോഥെയോസ് പൗലോസിന് മകനാണ്. തിമോഥെയോസിന് പൗലോസ് അപ്പനാണ്, പിതാവാണ്. 1 കൊരിന്ത്യർ 4:15 ആ സൂചനയുണ്ട്. ആത്മീയമായി ജനിപ്പിക്കുന്നവരെ അച്ഛൻ, ഫാദർ, പിതാവ്, മെത്രാൻ എന്നൊക്കെ വിളിക്കുന്ന പതിവ് അങ്ങനെ പുതിയ നിയമത്തിൽ ഉടലെടുത്തു. പഴയ നിയമത്തിലും അതുണ്ടായിരുന്നു. 2 രാജാക്കന്മാർ 2:12 എലീഷ ഏലിയായെ വിളിക്കുന്നത് പിതാവ് എന്നാണ്. പ്രവാചക പുത്രന്മാർ മെയിൻ പ്രവാചകനെ പിതാവെന്ന് വിളിച്ചിരുന്നേ. അവര് ഈ മെയിൻ പ്രവാചകൻ തൻ്റെ ശിഷ്യന്മാരെ മക്കളെന്ന് വിളിച്ചിരുന്നേ. ഇതൊന്നും അറിയാതെയാണ് കർത്താവിൻ്റെ ഒരു വചനം എടുത്തിട്ട് നിങ്ങൾ ഭൂമിയിൽ ആരെയും പിതാവെന്ന് വിളിക്കരുത്, അതുകൊണ്ട് മെത്രാനെ പിതാവെന്ന് വിളിക്കരുത്, പള്ളിയിൽ അച്ഛൻ എന്ന് വിളിക്കരുത്, ഫാദറിനെ വിളിക്കരുത് എന്നെല്ലാം പറഞ്ഞ് നടക്കുന്നത്. ഒരു വചനം മനസ്സിലാക്കുകയും മറ്റു വചനങ്ങൾ തമസ്കരിക്കുകയും ചെയ്യുന്ന ഈ പെന്തക്കോസ്ത് രീതി, ദൈവസഭ രീതി നമുക്ക് വേണ്ട. അനേകം സാക്ഷികളെ മുമ്പാകെയാണ് ഈ കൈവപ്പ് നടത്തിയതെന്നാണ് അവിടെ പറയുന്നത്. പൗലോസ് ക്രിസ്തീയ സത്യങ്ങൾ തിമോഥെയോസിനെ അറിയിച്ചത് അനേകം സാക്ഷികൾ മുമ്പിൽ വെച്ചാണ്. അവരെ മെത്രാനായി വാഴിച്ചതും അനേകം സാക്ഷികൾ മുമ്പിൽ വെച്ചാണ്. അത് അത്രയും പരസ്യമായിട്ടുള്ളൊരു കാര്യമാണെന്ന് അർത്ഥം. എന്നിട്ട് പൗലോസ് തിമോഥെയോസിനോട് പറയാണ്, ആളുകളെ പരിശോധിച്ച് നോക്കാതെ ധൃതി വെച്ച് മെത്രാന്മാരെ വാഴിക്കരുത്. 1 തിമോത്തി 5:22. ആർക്കെങ്കിലും കൈവപ്പ് നൽകുന്നതിൽ തിടുക്കം കൂട്ടുകയോ അന്യന്മാരുടെ പാപങ്ങളിൽ ഓഹരിക്കാരനാകുകയോ അരുത്. നിന്നെ തന്നെ നിർമ്മലനായി കാത്തുകൊള്ളുക. ഇതാണ് ഞാൻ തമ്പനയിലായിട്ട് ഞാൻ പറഞ്ഞ, തലക്കെട്ടായിട്ട് ഞാൻ പറഞ്ഞത്. ആർക്കെങ്കിലും കൈവപ്പ് നൽകുന്നതിൽ മെത്രാനെ, തിമോഥെയോസേ, നീ തിടുക്കം കൂട്ടരുത്. അന്യരുടെ പാപങ്ങളിൽ നീ ഓഹരിക്കാരനാകരുത്. ഈ മുഖസ്തുതി കൊണ്ട് ആൾക്കാരെ നിന്നെ പ്രീതിപ്പെടുത്തി അവർ പാപം ചെയ്യും. ആ പാപത്തിൽ നീ ഓഹരി പറ്റരുത്. കൗദാശ കൈവപ്പിലൂടെ ഒരാളെ പുരോഗതനായി വാഴിക്കുമ്പോഴും മെത്രാനായി വാഴിക്കുമ്പോഴും നീ ധൃതി കൂട്ടരുത്. സ്ഥാനാർത്ഥിയെ നന്നായിട്ട് സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കണം. പക്വതയില്ലാത്തവരെയും വിശ്വാസത്തിൽ വേണ്ടത പരിജ്ഞാനമില്ലാത്തവരെയും വചനം പ്രഘോഷിക്കാൻ അറിയാത്തവരെയും ഒരു പുരോഹിതന്മാരായും മെത്രാന്മാരായും വാഴിച്ചാൽ ക്രിസ്തീയ സമുദായത്തിന് വലിയ കേട് സംഭവിക്കുമെന്ന് പൗലോസ് പറയുന്നുണ്ട് ഈ 1 തിമോത്തി 3:6. അങ്ങനെയുള്ളവരെ വാഴിക്കുന്നതിന് ഉത്തരവാദിത്തം നേതാക്കന്മാരുടെ തലയിൽ വീഴും. 1 തിമോത്തി 4:14 അത് പറഞ്ഞു കഴിഞ്ഞു. ചുരുക്കത്തിൽ എന്താണ് സഭ ഈ ഖണ്ഡത്തിലൂടെ പഠിപ്പിക്കുന്നത്? ശ്ലൈഹിക പിന്തുടർച്ച എന്ന് പറയുന്ന കൗദാശിക പിന്തുടർച്ച സഭയിലുണ്ട്. അതെന്തിനു വേണ്ടിയാണ്? കർത്താവിൻ്റെ വിശുദ്ധീകരിക്കൽ അധികാരം ഇന്ന് സഭയിൽ നിലനിന്ന് പോകാനും ആ വിശുദ്ധീകരണ പ്രക്രിയ മുന്നോട്ട് പോകാനും ജനങ്ങളെ വിശുദ്ധീകരിച്ച് വിശുദ്ധിയുള്ളവരായി രൂപാന്തരപ്പെടുത്തുക എന്നത് ക്രിസ്തുവിൻ്റെ ദൗത്യമാണ്, അധികാരമാണ്. ഈ അധികാരം ക്രിസ്തുവിൻ്റെ മരണത്തോടെ നിന്ന് പോകാൻ അവൻ ആഗ്രഹിച്ചോ? ഇല്ല. ലോകാവസാനം വരെ തൻ്റെ തുടർച്ചയാകേണ്ട സഭയുടെ ആദ്യത്തെ നെടുന്തൂണുകളായ സ്ലീഹന്മാർക്ക് പരിശുദ്ധ റൂഹായെ നൽകിക്കൊണ്ട് ക്രിസ്തുവിൻ്റെ അധികാരത്തിൽ ദൗത്യത്തിൽ അവർക്ക് ഓഹരി കൊടുക്കുകയാണ്. അവൻ അവരുടെ മേൽ ഊതിക്കൊണ്ട് പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ ക്ഷമിക്കപ്പെടും, ആരുടെ പാപങ്ങൾ നിങ്ങൾ പിടിച്ചു വെക്കുന്നുവോ അവ പിടിച്ചു വെക്കപ്പെടും. നിങ്ങൾ സ്വർഗം ദൈവമൊന്നും അല്ല പറഞ്ഞത്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. പരിശുദ്ധാത്മാവിനെ കൊടുത്തപ്പോൾ അവർക്ക് അധികാരങ്ങൾ കൊടുത്തു. പല അധികാരങ്ങൾ: പാപങ്ങൾ മോചിക്കാൻ, കുർബാന അർപ്പിക്കാൻ, പരിശുദ്ധ തത്വ നാമത്തിലേക്ക് മാമോദിസ മുക്കാൻ, കൈവപ്പിലൂടെ പരിശുദ്ധ റൂഹായെ ചൊരിയാൻ. ഇതൊക്കെ ഈ അധികാരങ്ങളൊക്കെ ക്രിസ്തുവിന്റെ അധികാരങ്ങൾ പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സ്ലീഹന്മാർക്ക് കൈമാറി. ഈ അധികാരം എന്ന് പറയുന്നത് സുവിശേഷം കാത്തു സൂക്ഷിക്കാൻ, പാഷാണ്ഡകൾക്കെതിരെ അതിനെ സംരക്ഷിക്കാൻ, വിശ്വാസത്തെ, തിരുവചനം പഠിപ്പിക്കാൻ, ആ തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ സഭയെ നയിക്കാൻ, അജഗണത്തെ നയിക്കാൻ,
സഭയുടെ ദൗത്യത്തിന്റെ തുടർച്ചയിൽ കൂദാശകൾ പരികർമ്മം ചെയ്യാൻ. ഇതൊക്കെയാണ് ഈ അധികാരം. നിങ്ങളത് വളരെ ഗൗരവത്തോടെ കേൾക്കണേ. ഞാൻ ഈ പറയുന്നതിനേക്കാൾ ഞാനത് വിശദീകരിച്ചു കഴിഞ്ഞാൽ പലർക്കും എതിരാകുമെന്ന് തോന്നിക്കുന്നതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ഇതൊക്കെയാണ് ഈ അധികാരം. മെത്രാന്മാരുടെയും പുരോഹിതന്മാരുടെ അധികാരം ഈ പറഞ്ഞ സംഗതിയാണ്. ഇതാണ് സഭ പഠിപ്പിക്കുന്നത്, ഇതാണ് പൗലോസ് പഠിപ്പിക്കുന്നത്. ചുരുക്കത്തിൽ സ്ലീഹന്മാരും അവർ പിൻഗാമികളും ക്രിസ്തുവിന്റെ കൗദാശിക അടയാളമാണ്. നിങ്ങൾ ആ വാചകം വായിച്ചാൽ അവർ, അതായത് മെത്രാന്മാരും ഈ കൈവപ്പിലൂടെ മെത്രാന്മാരും വൈദികരും ക്രിസ്തുവിന്റെ അടയാളമാണ്. അവർ ക്രിസ്തു എന്ന ആളിൽ നിന്നുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി ക്രിസ്തുവിന്റെ വാക്കുകൾ ഉച്ചരിക്കുകയും ക്രിസ്തുവിന്റെ പ്രവൃത്തി ചെയ്യുകയും ചെയ്യുമ്പോൾ അവരിലൂടെ പ്രവർത്തിക്കുന്നത് ക്രിസ്തുവാണ്. ക്രിസ്തുവാണ് യാഥാർത്ഥ്യം. സ്ലീഹന്മാരും അവർ പിൻഗാമികളും മെത്രാന്മാരും പുരോഹിതരും ക്രിസ്തുവിന്റെ അടയാളമാണ്. എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഉദാഹരണം പറയാം. അപ്പവും വീഞ്ഞും അത് അടയാളമാണ്. പക്ഷെ അത് യാഥാർത്ഥ്യം എന്താണ്? ക്രിസ്തുവിന്റെ ശരീരരക്തങ്ങളാണ്. ഇതുപോലെ മെത്രാൻ, വൈദികൻ അടയാളമാണ്. ആരുടെ? ക്രിസ്തു എന്ന ആളുടെ. ക്രിസ്തുവിന്റെ ശരീരരക്തങ്ങൾ അടയാളമാണ് അപ്പവും വീഞ്ഞും എന്നതുപോലെ ക്രിസ്തു എന്ന ആളുടെ അടയാളമാണ് ഈ കൈവപ്പിലൂടെ പൗരോഹിത്യം സ്വീകരിക്കുന്ന മെത്രാന്മാരും വൈദികരും. അപ്പൊ ക്രിസ്തുവൻ ആളിൽ നിന്നുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി ക്രിസ്തുവിന്റെ വചനം, ക്രിസ്തുവിന്റെ പ്രവൃത്തി ചെയ്യാൻ വേണ്ടി ക്രിസ്തു തെരഞ്ഞെടുത്ത ഒരാളാണ് പുരോഹിതനും മെത്രാൻ. എന്ന് വെച്ചാൽ ക്രിസ്തു പറഞ്ഞതേ ചെയ്യാൻ പറ്റൂ, സഭ പറഞ്ഞതേ ചെയ്യാൻ പറ്റൂ. അങ്ങനെയുള്ളവരെയും മെത്രാന്മാരെ അച്ഛന്മാരെ ആക്കാൻ പാടുള്ളൂ. സ്വന്തം ഇഷ്ടം ചെയ്യുന്നവരെ അതിൽ നിന്ന് പറഞ്ഞു വിടണം. ക്രിസ്തുവിൽ നിന്ന് ഇന്ന് വരെ സഭയിൽ നിലനിൽക്കുന്ന ഒരു ശ്ലൈഹിക പിന്തുടർച്ചയുണ്ട്. അത് കൗദാശിക പിന്തുടർച്ചയാണ്. ഇത് കൈവപ്പിലൂടെയാണ് അഭംഗുരം തുടരുന്നത്, ശാരീരികമായ സ്പർശനത്തിലൂടെ. ആ സ്പർശനം പുറകോട്ട് പോയാൽ ക്രിസ്തു എന്ന ആളിലേക്ക് എത്തും. ഈ പ്രവൃത്തിയിലൂടെയാണ് ആധ്യാത്മികമായ യാഥാർത്ഥ്യമായ കൃപാവരം, കൗദാശിക കൃപാവരം, ദൈവിക ജീവൻ, വരപ്രസാദം മറ്റുള്ളവർക്ക് ചൊരിയപ്പെടുന്നത്. ഇങ്ങനെ ഒരു കൗദാശിക പിന്തുടർച്ച ഇല്ലെങ്കിൽ, ശ്ലൈഹിക പിന്തുടർച്ച ഇല്ലെങ്കിൽ, ഭാരതപ്പുഴയിലോ പെരിയാറിലോ പമ്പയിലോ കൊണ്ട് വെള്ളത്തിൽ മുക്കിയിട്ടൊന്നും അത് മാമോദിസ ആകില്ല. അത് സ്നാപകന്റെ സ്നാനമാകും, ക്രിസ്തുവിന്റെ മാമോദിസ, പരിശുദ്ധാത്മാവ് നൽകുന്ന മാമോദിസ ആകില്ല. എന്നിട്ട് ഒരു ബണ്ണെടുത്ത് കുറച്ച് കള്ളും വാങ്ങിച്ചിട്ട് ഇതെന്റെ ശരീരം രക്തം എന്ന് പറഞ്ഞാൽ, ഈ പാസ്റ്റർമാർ പറയുന്ന പോലെ പറഞ്ഞാൽ, അത് കർത്താവിന് ശരീരരക്തങ്ങളാകില്ല. ഈ കൗദാശിക പിന്തുടർച്ച എന്ന് പറയുന്ന ശാരീരികമായിട്ടുള്ള പിന്തുടർച്ച, ശാരീരിക പിന്തുടർച്ച എന്ന് പറഞ്ഞാൽ കൈപ്പിലൂടെയുള്ളത്, അതായത് ശ്ലൈഹിക പിന്തുടർച്ച, ആ പിന്തുടർച്ചയിൽ മാത്രമേ ദൈവിക ജീവൻ, അതായത് പരിശുദ്ധാത്മാവ് വർഷിക്കപ്പെടുകയുള്ളൂ. പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ ഭാഷാപരവും പ്രവചനപരവും അത്ഭുത അതൊന്നുമല്ല, ദൈവിക ജീവനമാണ്, വരപ്രസാദം. അത് കാണാൻ പറ്റില്ല. നമ്മുടെ ജീവൻ കാണാൻ പറ്റുമോ? നമ്മുടെ ജീവൻ കാണാൻ പറ്റുമോ? നിങ്ങൾക്ക് നിങ്ങളുടെ ജീവൻ കാണാൻ പറ്റുമോ? അതുപോലെ തന്നെയാണ് ദൈവിക ജീവനും. അത് പരിശുദ്ധാത്മാവിന് വർഷിക്കുമ്പോഴാണ് അത് കൗദാശിക പിന്തുടർച്ചയിലേ പറ്റൂ, ശ്ലൈഹിക പിന്തുടർച്ചയിലേ പറ്റൂ. അപ്പോഴാണ് അത് കൈമാറ്റം ചെയ്യപ്പെടുന്നത് ഈ പൗരോഹിത്യം എന്ന സംഗതിയിലൂടെയാണ്. ഈ പൗരോഹിത്യം ഇല്ലെങ്കിൽ സഭ വെറും ഒരു മത ക്ലബായിട്ട് മാറും. ഈ പൗരോഹിത്യം, മെത്രാൻ പട്ടവും പൗരോഹിത്യ പട്ടവും ഉള്ളത് കൊണ്ടാണ് അന്ന് ക്രിസ്തു ചൊരിഞ്ഞ കൃപ തന്നെ ഇപ്പോൾ സഭയിലൂടെ ചൊരിയപ്പെടുന്നുവെന്നും ഉറപ്പുള്ളത്. ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ഞാൻ പറയണേ. ഈ ശ്ലൈഹിക പിന്തുടർച്ച ഉള്ളത് കൊണ്ടാണ്, കൗദാശിക പിന്തുടർച്ച ഉള്ളത് കൊണ്ടാണ് ക്രിസ്തു അന്ന് നൽകിയ ദൈവകൃപ തന്നെയാണ് ഇപ്പോൾ മെത്രാന്മാരുടെയും പുരോഹിതന്മാരുടെയും ചൊരിയപ്പെടുന്നത് എന്ന് നമുക്ക് ഉറപ്പുള്ളത്. ഈ അധികാര കൈമാറ്റമാണ് പൗരോഹിത്യം എന്ന കൂദാശിലൂടെ സംഭവിക്കുന്നത്. ദൈവിക ജീവൻ എന്ന വരപ്രസാദം ഈ ശ്ലൈഹിക പിന്തുടർച്ചയിൽ മാത്രമേ കൈമാറാൻ കഴിയൂ. ഈ ശ്ലൈഹിക പിന്തുടർച്ച ഉള്ളത് കൊണ്ടാണ്, അതുകൊണ്ട് മാത്രമാണ് സഭയിലെ കൂദാശയിലൂടെ യേശു ഉദ്ദേശിച്ച ആധ്യാത്മിക ശക്തി, അധികാരം, കൃപ, വരപ്രസാദം, ദൈവിക ജീവൻ സഭാംഗങ്ങൾക്ക് നൽകപ്പെടുന്നത്. ആ ശ്ലൈഹിക പിന്തുടർച്ച ഉള്ളത് കൊണ്ട് മാത്രമാണ് ആ ശക്തി, ആ അധികാരം, ആ കൃപ ജനങ്ങൾക്ക് നൽകപ്പെടുന്നുവെന്ന് സഭയ്ക്ക് ഉറപ്പുള്ളത്. മറ്റു വാക്കിൽ പറഞ്ഞാൽ സഭ എപ്പോഴും ശ്ലൈഹികമായി നിൽക്കുന്നു. അതായത് ശ്ലൈഹികം എന്ന് പറഞ്ഞാൽ സ്ലീഹന്മാരുടെ ആ മൗലിക രൂപത്തോട് എപ്പോഴും കൂറു പുലർത്തിക്കൊണ്ട് ആ സ്ലീഹന്മാരുടെ തൊട്ട് നിൽക്കുമ്പോൾ യേശുവിനെ തൊട്ട് നിൽക്കുകയാണ്. അത് സംഭവിക്കുന്നത് ശാരീരികമായ ഒരു ബന്ധത്തിലൂടെയാണ്. കൈവപ്പ്, ഈ കൈവപ്പിനാണ് ഞാൻ ശാരീരിക ബന്ധമെന്ന് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് കൈവപ്പ് എന്ന് പറയുന്നത് വളരെ ഗൗരവമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു അഭിഷേകം എന്ന് പറഞ്ഞു. അഭിഷേകം എന്ന് പറയുമ്പോൾ ഈ കയ്യിലഭിഷേകം മാത്രമായിട്ട് വിചാരിക്കരുത്. അഭിഷേകം എന്നതിന് ബൈബിളിൽ അർത്ഥം പരിശുദ്ധാത്മാവിന്റെ ആവാസം എന്നാണ്. ഈ തൈലം പൂശുന്നത് മാത്രമല്ല ഈ തൈലാഭിഷേകം, അതുണ്ട്, അത് അടയാളമാണ്. പക്ഷേ പരിശുദ്ധാത്മാവിന്റെ ആവാസത്തെയാണ് അഭിഷേകം എന്ന് പറയുന്നത്. ആ ആവാസം നടക്കുന്നത് കൈവപ്പിലൂടെയാണ്.
കൈകളുടെ പ്രാധാന്യമൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ദിവ്യബലി വായ കൊണ്ടാണോ കരങ്ങൾ കൊണ്ടാണോ എന്നൊക്കെ പറഞ്ഞതിൽ ഈ കരങ്ങളെക്കുറിച്ചുള്ള ഒരു വലിയ ദൈവശാസ്ത്രം തന്നെ ഞാൻ അവതരിപ്പിച്ചിരുന്നു. ആ വീഡിയോ കൂടി കാണാനായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഒരുപാട് വൈദികർ ആ വീഡിയോ കണ്ടിട്ട്, എൻ്റെ ക്ലാസ്മേറ്റ്സ് അടക്കമുള്ളവർ അത് കണ്ടിട്ട് അതിലെ പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒക്കെ എന്നോട് പറയുകയുണ്ടായി. എൻ്റെ വീഡിയോസ് സ്ഥിരമായി കാണുന്നവർ പറഞ്ഞു ഗ്രഹിക്കാൻ പ്രയാസമില്ല. വല്ലപ്പോഴും ഇടയ്ക്ക് കാണുന്നവർക്ക് ചെറിയൊരു പ്രയാസമുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ഏതെങ്കിലും വാക്കുകളൊക്കെ മനസ്സിലാക്കാതെ വരുന്നുണ്ടെങ്കിൽ 2 പ്രാവശ്യം 3 പ്രാവശ്യം കേൾക്കുക, എന്നിട്ട് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. തീർച്ചയായിട്ടും നമുക്ക് മുന്നോട്ട് പോകാം. ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾ കുറേ പേര് ഇങ്ങനെ സ്ഥിരമായിട്ട് വീഡിയോ കണ്ട് പഠിച്ച് അങ്ങനെ ഇതാണ് ശരിക്കും സഭയുടെ വളർച്ച എന്ന് പറയുന്നത്. അതായത് കുറേ വൈദികരുണ്ട്, കുറേ അൽമായരുണ്ട്. നമ്മൾ ഈ വചനം കേട്ട് ഈ സഭയുടെ ലിറ്റർജി പഠിച്ച് ആ ലിറ്റർജിയിൽ പങ്കെടുത്ത് നമ്മൾ പാപികളായിരിക്കെ തന്നെ നമ്മൾ ഈ വചനത്തിലേക്ക് ആകൃഷ്ടരായി അങ്ങനെ വചനം കൊണ്ട് കൂദാശകൾ കൊണ്ട് നമ്മൾ രൂപാന്തരപ്പെടുകയാണ്. കർത്താവിൻ്റെ കൃപാവരം ഇങ്ങനെ ചൊരിയപ്പെടുകയാണ്. അപ്പോൾ നമുക്ക് പല വൈദികരെക്കുറിച്ചും മെത്രാന്മാരെക്കുറിച്ചും നമുക്ക് എതിരഭിപ്രായമൊക്കെ ഉണ്ടെങ്കിലും കർത്താവ് അവരെ തിരഞ്ഞെടുത്തു എന്ന ഒറ്റ കാരണം കൊണ്ട് നമുക്ക് അവരെ ബഹുമാനിക്കാം. അവരുടെ മേന്മ നോക്കിയിട്ടല്ല, കർത്താവ് അവരെ തിരഞ്ഞെടുത്തു. അവർ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവട്ടെ, പക്ഷെ കർത്താവ് തിരഞ്ഞെടുത്തു. ആ ഒറ്റ കാരണം കൊണ്ട് നമുക്ക് അവരെ ബഹുമാനിക്കാം. അവരിലുള്ള ഈ പൗരോഹിത്യം എന്ന കൃപ, ആ കൃപയെ കാണാനായിട്ടുള്ള കണ്ണ്, ആ വചനത്തിൻ്റെ വെളിച്ചത്തിലുള്ള കണ്ണ് നമുക്കുണ്ടാകട്ടെ. അങ്ങനെ നമ്മൾ ശത്രുക്കളല്ല, കുറ്റങ്ങളും കുറവുകളും ഉണ്ടെങ്കിലും ഒരേ സഭാ നൗകയിൽ സഞ്ചരിക്കുന്നവരാണ് എന്നുള്ള ബോധ്യത്തിൽ ഈ മെത്രാന്മാരോടും വൈദികരോടും വൈരാഗ്യവും പകയുമൊന്നും ഇല്ലാതെ തന്നെ അവർ തിരുത്തുമ്പോൾ പോലും സ്നേഹത്തോടെ തിരുത്താനുള്ള ആ ഒരു മനസ്സോടെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയട്ടെ. നമുക്ക് വിശുദ്ധി പ്രാപിക്കാനുള്ള മാർഗം സഭയിൽ കർത്താവ് വെച്ചിട്ടുണ്ട്. അത് മെയിനായിട്ടും ഈ പൗരോഹിത്യം എന്ന ആ രീതിയിലാണ് കൗദാശി വരപ്രസാദം ലഭിക്കുന്നത്. അത് വിശുദ്ധീകരണ വരപ്രസാദമാണ്. അതുകൊണ്ട് ആ പുരോഹിതന്മാരില്ലെങ്കിൽ നമ്മൾ വെറും മത ക്ലബ്ബായിട്ട് മാറും. അങ്ങനെ മാറാതിരിക്കാൻ നല്ല വിശുദ്ധരായ മെത്രാന്മാർ വേണം, വിശുദ്ധരായ വൈദികർ വേണം. അതിന് നിങ്ങൾ കല്യാണം കഴിച്ചവർ കുറേ മക്കൾ വേണം. അതിൽ ചിലരൊക്കെ അച്ഛന്മാരാകട്ടെ മെത്രാന്മാരാകട്ടെ എന്ന മോഹം നിങ്ങൾക്കുണ്ടാകണം. ബാക്കി ദൈവം ചെയ്യട്ടെ, പരിശുദ്ധാത്മാവ് ചെയ്യട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.